കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനും പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പ്രോഗ്രാം വിജയകരമാക്കാൻ അക്ഷീണം പ്രവർത്തിച്ച പാലക്കാട് രൂപത മാതൃവേദി ഡയറക്ടർ ഫാദർ ബിജു കല്ലിങ്ങിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് ഈ രൂപതയിൽ ഷാലോം ടെലിവിഷനുമായിട്ട് ചേർന്ന് നടത്താനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അത് ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ നെഞ്ചിലേറ്റി വാങ്ങിയ പാലക്കാട് രൂപതയിലെ എല്ലാ അമ്മമാരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. അതിലുപരിയായി ഇങ്ങനെ ഒരു യത്നം തുടരാനായിട്ട് ആഗ്രഹം പാലക്കാട് രൂപതയുടെ അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്തെ പിതാവിനെ അറിയിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഈ വചനോപാസനയും അതിലൂടെ നടത്തപ്പെടുന്ന വചനപ്രഘോഷണവും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം പിന്തുണയും നൽകി പ്രോത്സാഹിപ്പിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിവന്യ ജേക്കബ് മനത്തോടത്തെ പിതാവിനും ഞങ്ങളുടെ പ്രിയപ്പെട്ട പീറ്റർ കൊച്ചുപുരക്കൽ പിതാവിനും മാതൃവേദിയുടെ പേരിൽ ഷാലോം ടെലിവിഷൻ്റെ പേരിലും ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പാലക്കാട് രൂപതയുടെ നല്ല ഇടയൻ മാർ ജേക്കബ് മനത്തോടത്തെ പിതാവിൻ്റെ മഹനീയ സാന്നിധ്യം തന്നെ നമുക്ക് ഓരോരുത്തർക്കും അതുപോലെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന അമ്മമാർക്കും അനുഗ്രഹദായകമാണ്. ഒത്തിരി സ്നേഹത്തോടെ പിതാവിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഷാലോം ടെലിവിഷനും പാലക്കാട് രൂപത മാതൃവേദിയും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ ബൈബിൾ ക്വിസിൽ സംബന്ധിക്കുന്നവരായ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരായ എല്ലാവർക്കും ആദ്യം തന്നെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും ഞാൻ നേരുകയാണ്. അമ്മമാർ മനസ്സ് വെച്ചാൽ കുട്ടികൾക്ക് വചനം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. വചനത്തിൻ്റെ ശക്തിയും മാധുര്യവും അനുഭവിച്ചറിയുവാനുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകുവാനായിട്ട് സാധിക്കും. പക്ഷെ അമ്മമാർ തന്നെ വചനം പാരായണം ചെയ്യുന്നവരാകണം, വചനം ഹൃദ്യസ്ഥമാക്കുന്നവരാകണം, വചനം ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്നവരാകണം. അപ്രകാരമുള്ള നല്ല മാതൃക കണ്ട് അവരുടെ കുട്ടികൾ വളർന്നു വരണം. അങ്ങനെ വളർന്നു വരുവാനിടയായാൽ നമ്മുടെ കുട്ടികൾ ആരും വഴിതെറ്റിപ്പോവുകയില്ല. ഈ ബൈബിൾ ക്വിസിന് നൽകപ്പെട്ടിരിക്കുന്ന പേര് അന്വർത്ഥമാക്കുന്നത് പോലെ പെനുവേൽ, ഞാൻ ദൈവത്തെ കണ്ടു. ഈ ബൈബിൾ പാരായണം വഴിയായിട്ട് നമ്മുടെ കുട്ടികൾ യേശുവിനെ, വചനം തന്നെയായ യേശുവിനെ കാണുന്ന വ്യക്തികളായിട്ട്, അനുഭവിച്ചറിയുന്ന വ്യക്തികളായിട്ട്, യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് വളർന്നു വരുവാനിടയാകണം. അതിനുള്ള പ്രചോദനവും എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും നമ്മുടെ കുട്ടികൾക്ക് നൽകുവാൻ വേണ്ട പ്രചോദനം ഈ പരിപാടിയിലൂടെ ഇതിൽ സംബന്ധിക്കുന്നവരായ എല്ലാ അമ്മമാർക്കും ലഭിക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്.
ഈ പ്രോഗ്രാം വിജയകരമാക്കാൻ അക്ഷീണം പ്രവർത്തിച്ച മറ്റൊരാളാണ് സിസ്റ്റർ ലിൻഡ. സിസ്റ്ററിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം പാലക്കാട് രൂപത മാതൃവേദിയുടെ പ്രസിഡന്റ് ശ്രീമതി മേരിക്കുട്ടി ജോർജ്. സ്വാഗതം ചെയ്യാം ഷാലോം TV പ്രോഗ്രാം മാനേജർ ലൂക്കോസ് VV. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ൽ ക്വിസ് മാസ്റ്ററായി എത്തുന്നത് ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിലാണ്. റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോഗ്മാറ്റിക് തിയോളജിയിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് രൂപത ഫാമിലി എപ്പിസ്റ്റോലേറ്റിൻ്റെയും സ്റ്റാർസ് എന്ന സമഗ്ര പരിശീലന കേന്ദ്രത്തിൻ്റെയും ഡയറക്ടറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. ലോകം മുഴുവനിലും പാലക്കാട് രൂപതയുടെ എല്ലാ ഭവനങ്ങളിലേക്കും സുവിശേഷ വെളിച്ചം പകരുവാനായി ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ ക്വിസിൻ്റെ തിരിതെളിക്കൽ ചടങ്ങിനായി നമ്മുടെ അനുഗ്രഹീത പിതാവിനെയും വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് പാലക്കാട് രൂപതയിൽ പെനുവേൽ ബൈബിൾ ക്വിസ് ആരംഭിക്കുവാനായിട്ട് സാധിച്ചതിൽ. കഴിഞ്ഞ സീസണിൽ താമരശ്ശേരി രൂപതയിൽ വിജയകരമായി പൂർത്തിയാക്കിയ ഈ ബൈബിൾ ക്വിസ് കോവിഡിൻ്റെ നിബന്ധന മൂലം കാലതാമസം വന്നെങ്കിലും ഈ കോവിഡ് മഹാമാരിയെ അതിജീവിച്ചുകൊണ്ട് തന്നെ പാലക്കാട് രൂപതയിൽ വീണ്ടും ആരംഭിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. അതിന് ആദ്യമായി പാലക്കാട് രൂപതയെ പിതാവിനെയും അതിനോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയുമാണ്. തീർച്ചയായിട്ടും ഈ മത്സരം ഏറ്റവും മനോഹരമായി പൂർത്തീകരിക്കുവാനായിട്ടുള്ള എല്ലാ കൃപയും ദൈവം തരട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഈ വചനം അനേകാരുടെ ഹൃദയങ്ങളിൽ സന്ദേശമായി എത്തുവാനായിട്ട് നിങ്ങളുടെ കഴിവുകളും ജീവിതങ്ങളും ഉപകാരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ ഈ ഒരു പ്രോഗ്രാം നടത്തുവാനായിട്ട് നമുക്ക് വേദി ഒരുക്കി തന്ന കാണിക്കമാത കോൺവെൻറ്റിലെ CMC സിസ്റ്റേഴ്സിനെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ ആദ്യത്തെ ടീം അംഗങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് റിൻഡോ സിജു, ഹോളി സ്പിരിറ്റ് ഫൊറോന ചർച്ച് മണ്ണാർക്കാട്. പുഷ്പ ജോയി, ഹോളി സ്പിരിറ്റ് ഫൊറോന ചർച്ച് മണ്ണാർക്കാട്. ഹോളി സ്പിരിറ്റ് ഫൊറോന ചർച്ച് മണ്ണാർക്കാട് ടീം അംഗങ്ങളെയും അവരുടെ ഹെൽപ്പ് ഡെസ്കിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ടീം കൊല്ലങ്കോട്. എൻ്റെ പേര് ഗ്രേസി ടോം, സെൻറ് ജോസഫ് ചർച്ച് കൊല്ലങ്കോട്. എൻ്റെ പേര് ജെസി ടോമി, സെൻറ് ജോസഫ് ചർച്ച് കൊല്ലങ്കോട്. സെൻറ് ജോസഫ് ചർച്ച് കൊല്ലങ്കോടിനെയും അവരുടെ ഹെൽപ്പ് ഡെസ്കിനെയും ഈ വേദിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യാം. അടുത്തതായി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നു ടീം രാജഗിരി. എൻ്റെ പേര് ദീപ്തി ജിജോ, രാജഗിരി തിരുഹൃദയപ്പള്ളി. രമ്യ ജിമ്മി, രാജഗിരി തിരുഹൃദയപ്പള്ളി. സേക്രഡ് ഹാർട്ട് ചർച്ച് രാജഗിരിയിലെ ടീം അംഗങ്ങളെയും അവരുടെ ഹെൽപ്പ് ഡെസ്കിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിനെയാണ്. ലെറ്റ്സ് വെൽക്കം ഫാദർ. പെനുവേൽ, ദൈവത്തിൻ്റെ മുഖം. ദൈവത്തിൻ്റെ മുഖം മനുഷ്യൻ ആദ്യമായി ദർശിച്ചത് യേശുക്രിസ്തുവിലാണ്. വചനം മാംസമായ അവിടുന്ന് മനുഷ്യാവതാരമെടുത്ത് നമ്മോടൊത്തായപ്പോഴാണ് ലോകം ആദ്യമായി ദൈവത്തിൻ്റെ മുഖം ദർശിച്ചത്. യഥാർത്ഥത്തിൽ നിങ്ങളും ശ്രമിക്കുകയാണ് ആ കർത്താവിൻ്റെ മുഖം ദർശിക്കാൻ വചനത്തിൻ്റെ സുന്ദരമായ പഠനത്തിലൂടെ, ഈ ആഘോഷത്തിലൂടെ. ഏതാനും പൊതുനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
ഒന്നാമതായി, ഇതൊരു മത്സരമാണ്. പക്ഷേ മത്സരം മാത്രമല്ല, അത് വചനത്തിൻ്റെ പഠനവും വചനത്തെ ആസ്വദിക്കലും കൂടിയാണ്. അവശ്യഘട്ടങ്ങളിൽ സംശയനിവാരണം വരുത്തുന്നതിനും അവശ്യ സന്ദർഭങ്ങളിൽ ആലോചന ചോദിക്കാനും ഉത്തരങ്ങൾക്ക് കൃത്യതയുണ്ടാക്കാനും ഈ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഹെൽപ്പ് ഡെസ്ക് കാര്യമായി ശ്രദ്ധിക്കണം. നിങ്ങളോട് സഹായം ചോദിക്കുമ്പോഴല്ലാതെ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ ശ്രമിച്ചാൽ, ഉത്തരം പറഞ്ഞുകൊണ്ടോ ഒരു ആംഗ്യം കാണിച്ചോ ഒക്കെ അവരെ ഉത്തരത്തിലേക്ക് നയിക്കാൻ ശ്രമിച്ചാൽ, ഒരുപക്ഷെ ആ ചോദ്യത്തെയോ ആ ടീമിനെ പോലുമോ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് അത് ഇടയാക്കിയേക്കാം. ആകെ 5 റൗണ്ടുകളാണ് ഈ മത്സരത്തിലുള്ളത്. ഓരോ റൗണ്ടിലും ഏതാണ്ട് 6 ചോദ്യത്തോളം ഉണ്ടാകും. സാധാരണഗതിയിൽ ഉത്തരം നൽകുന്നതിന് 30 സെക്കൻഡുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഉത്തരം പറയുന്നത് ഒരിക്കൽ മാത്രമാണ്. അത് തിരുത്താനുമാവില്ല, മാറ്റിപ്പറയാനുമാവില്ല. ആലോചിച്ച് ഉത്തരം നൽകുക എന്നുള്ളതാണ് വിവേകപൂർവ്വം ഓരോ ടീമും ചെയ്യേണ്ടത്. ഈ നിൽക്കുന്ന 3 ടീമുകളിൽ നിന്ന് 2 ടീമുകളാണ് മത്സരാവസാനം തിരഞ്ഞെടുക്കപ്പെടുക. നിങ്ങൾക്ക് 3 പേർക്കും അതിനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഈ ക്വിസ് മത്സരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ റൗണ്ടിൽ 6 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ടീമിനും 2 ചോദ്യങ്ങൾ വീതം ലഭിക്കുന്നതാണ്. ശരിയുത്തരത്തിന് 30 പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കും. അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് ആവശ്യപ്പെടാം. നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു വാക്കി ടോക്കി കൊണ്ടുവന്ന് തരും. അതിൻ്റെ മറുവശം നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ അടുത്തുണ്ടാകും. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അവരോട് ചോദിക്കാം. അവരുടെ സജഷൻ നിങ്ങൾക്ക് സ്വീകരിക്കാം. വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ ആത്യന്തികമായി ഉത്തരം പറയേണ്ടത് ചോദ്യം നൽകപ്പെടുന്ന ടീമാണ് എന്ന കാര്യം ഓർക്കണം. ഈ റൗണ്ടിൽ മൈനസ് പോയിന്റുകൾ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് എടുത്തിട്ടാണ് ഉത്തരം പറയുന്നതെങ്കിൽ സാധാരണഗതിയായി ലഭിക്കേണ്ട 30 പോയിന്റിന് പകരം നിങ്ങൾക്ക് 20 പോയിന്റ് ലഭിക്കുകയുള്ളൂ. റെഡി? ആരംഭിക്കാം. ഓക്കെ, ടീം കൊല്ലങ്കോട് റെഡിയാണോ? നിങ്ങളുടെ ചോദ്യം: യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. ഇത് മിഖായുടെ പ്രവചനമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പ്രവചനം ഉദ്ധരിക്കുന്നത് ആരാണ്? യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. ഇത് മിഖായുടെ പ്രവചനമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പ്രവചനം ഉദ്ധരിക്കുന്നത് ആരാണ്? ഹെൽപ്പ് ഡെസ്ക് വേണം. ഹെൽപ്പ് ഡെസ്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റോസിനി. ഓക്കെ, ഉത്തരം പറയാൻ പോവുകയാണ്. പറഞ്ഞോളൂ. പ്രവാചകൻ വഴി അരുളി ചെയ്തിരിക്കുന്നു. ഉത്തരം തെറ്റാണ്. പ്രധാന പുരോഹിതന്മാരും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരുമാണ് ഈ മിഖായുടെ പ്രവചനം കോട്ട് ചെയ്യുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ. നിങ്ങൾക്ക് പോയിന്റ് ഒന്നും ലഭിക്കുന്നില്ല. നമ്മൾ 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ടീം രാജഗിരിക്കാണ്. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ഈശോ മാമോദീസ സ്വീകരിക്കുവാനായി സ്നാപക യോഹന്നാൻ്റെ അടുത്ത് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് സ്നാപകൻ ഈശോയെ തടഞ്ഞു. ആ സമയത്ത് ഈശോ ഒരു മറുവാദം സ്നാപകനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്നാപകൻ സമ്മതിച്ചു. എന്തായിരുന്നു ഈശോ കൊടുത്ത ആ മറുപടി? ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഉത്തരം ശരിയാണ്. ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ടീം രാജഗിരി നേടിയിരിക്കുന്നു 30 പോയിന്റുകൾ. ടീം മണ്ണാർക്കാട്, നിങ്ങളുടെ ചോദ്യം: റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏത് പ്രവാചകന്റെ പ്രവചനമാണ് ഇത്? ജെറമിയ പ്രവാചകൻ. ഉത്തരം ശരിയാണ്. അത് ജെറമിയ പ്രവാചകന്റെ പ്രവചനമാണ്. ടീം മണ്ണാർക്കാട് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ടീം കൊല്ലങ്കോട്, ചോദ്യം ഇതാണ്: പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്വപ്നങ്ങളെ 2 വിഭാഗങ്ങളായി തിരിക്കാം എന്ന് നിങ്ങൾ വായിച്ചു കാണും. ഏതൊക്കെയാണ് ആ 2 വിഭാഗം സ്വപ്നങ്ങൾ?
ദൈവത്തിൽ നിന്ന് നേരിട്ട് ആജ്ഞകളും സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു. അടയാളങ്ങൾ വഴി അടയാളങ്ങളും ബിംബങ്ങളും വഴി നൽകുന്ന സ്വപ്നങ്ങൾ. ഉത്തരം ശരിയാണ്. ടീം കൊല്ലങ്കോട് നേടിയിരിക്കുന്നു 30 പോയിന്റുകൾ. ഉത്തരം ഇതാണ്. 2 തരത്തിലുള്ള സ്വപ്നങ്ങളാണ്. ഒന്ന്, ദൈവത്തിൽ നിന്ന് നേരിട്ട് ആജ്ഞകളും സന്ദേശങ്ങളുമൊക്കെ സ്വീകരിക്കുന്ന സ്വപ്നങ്ങൾ. രണ്ടാമത്തേത് അടയാളങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്ന സ്വപ്നങ്ങൾ. ഉത്തരം വളരെ ശരിയാണ്. അടുത്ത ചോദ്യം ടീം രാജഗിരിയോട്. ഒരു പഴയ നിയമ സ്വപ്നത്തെക്കുറിച്ചാണ് ഈ ചോദ്യം. ഭൂസ്വർഗങ്ങളും ഭൂവാസികളും തമ്മിലുള്ള നിരന്തരമായ ബന്ധം, എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യ പരിപാലന, ഭൂമിയും സ്വർഗവും യേശുവിലെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതായി ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആ സ്വപ്നം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആര് കാണുന്ന സ്വപ്നമാണ് ഇത്? യാക്കോബ് കാണുന്ന ഗോവണിയുടെ സ്വപ്നം. ഉത്തരം ശരിയാണ്. പൂർവ്വപിതാവായ യാക്കോബ് കാണുന്ന ഗോവണിയുടെ സ്വപ്നമാണത്. അടുത്ത ചോദ്യം ടീം മണ്ണാർക്കാടിനോട്. ഫറവോയ്ക്കുണ്ടായ പശുക്കളെയും കറ്റകളെയും കുറിച്ചുള്ള സ്വപ്നങ്ങളിലൂടെ, ഉൽപ്പത്തി പുസ്തകത്തിലാണത്, ദൈവം ഈജിപ്തിൽ എന്തു ചെയ്യാൻ പോകുന്നുവെന്നാണ് ഫറവോയ്ക്ക് കാണിച്ചു കൊടുത്തത്. അഥവാ ഈ സ്വപ്നങ്ങൾ നൽകിക്കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ദൈവം ഫറവോയോട് പറഞ്ഞത്. വരാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ച്. നിങ്ങളുടെ ഉത്തരം അപൂർണമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റുകൾ ലഭിക്കുകയില്ല. അതിൻ്റെ ഉത്തരം ഇതാണ്. സുഭിക്ഷതയുടെ 7 വർഷങ്ങളും ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങളും. അതാണ് ദൈവം ഫറവോയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദർശനം. ഈ 6 ചോദ്യങ്ങളോടുകൂടെ ആദ്യത്തെ റൗണ്ട് അവസാനിക്കുകയാണ്. എന്താണ് പോയിന്റ് നില എന്ന് നമുക്ക് അന്വേഷിക്കാം. ആദ്യത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം മണ്ണാർക്കാട് നേടിയിരിക്കുന്നു 30 പോയിന്റ്സ്. ടീം രാജഗിരി നേടിയിരിക്കുന്നു 60 പോയിന്റ്സ്. ടീം കൊല്ലങ്കോട് നേടിയിരിക്കുന്നു 30 പോയിന്റ്സ്. നിങ്ങൾക്ക് ഞാൻ ചോദ്യം വായിച്ച് തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾക്ക് ബസർ അമർത്താനുള്ള അവസരമുണ്ട്. നിങ്ങൾ ബസർ അമർത്തിയാൽ ഞാൻ ചോദ്യം ചോദിക്കൽ നിർത്തും. എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കേൾക്കും. ഉത്തരം കേട്ടതിന് ശേഷം ഞാൻ ആ ചോദ്യത്തെ പൂർത്തീകരിക്കും. എന്നിട്ട് ശരിയോ തെറ്റോ എന്ന് പറയും. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 30 മാർക്ക് ഇതിൽ ലഭിക്കും. ഇനി ബസർ അമർത്തുകയും നിങ്ങളുടെ ഉത്തരം തെറ്റുകയും ചെയ്തു എന്ന് കരുതുക. ആ ചോദ്യം പാസ് ചെയ്യും. പാസ് ചെയ്ത് കിട്ടുന്ന പോയിന്റിന് എപ്പോഴും 20 പോയിന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചോദ്യം: ജോസഫ്, മത്തിയാസ്, ഈ 2 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അവർ കുറിയിട്ടു. മത്തിയാസിന് കുറി വീണു. അത് രേഖപ്പെടുത്തിയിട്ട് വളരെ പ്രസക്തമായ ഒരു വചനം കൂടി എഴുതിയാണ് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അവസാനിക്കുന്നത്. ഏതാണ് ആ വചനം? ആദ്യം ബസർ ചെയ്തിരിക്കുന്നത് ടീം രാജഗിരിയാണ്. ഉത്തരം പറയാം. 11 അപ്പസ്തോലന്മാരോടുകൂടി അവൻ എണ്ണപ്പെടുകയും ചെയ്തു. ഉത്തരം ശരിയാണ്. 11 അപ്പസ്തോലന്മാരോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. ഈശോ തെരഞ്ഞെടുത്ത 12 അപ്പസ്തോലന്മാരിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ അപ്പസ്തോലന്മാരിൽ ശേഷിച്ചിരുന്നവർ, അവർ തെരഞ്ഞെടുത്ത മത്തിയാസ് അപ്പസ്തോലന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു. അതുകൊണ്ടാണ് അന്നു മുതൽ ഇന്നുവരെ പരിശുദ്ധ സഭയിൽ സിനഡ് തിരഞ്ഞെടുക്കുന്ന ഓരോ മെത്രാനും ശൈഹിക പാരമ്പര്യത്തിൻ്റെ ക്രമത്തിലേക്ക് അപ്പസ്തോലന്മാരുടെ ഗണത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. റെഡി? ചോദ്യം ഇതാണ്. ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ് 2 കാര്യങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ടീം രാജഗിരിയാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം ചോദ്യം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉത്തരം പറയാം. അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷ പദവിയും. ചോദ്യം ഇതാണ്. ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ് 2 കാര്യങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഒന്നൊരു സ്ഥാനവും മറ്റൊന്നൊരു പദവിയുമാണ്. ഏത് സ്ഥാനം, ഏത് പദവി? രാജഗിരിയുടെ ഉത്തരം പൂർണ്ണമായും ശരിയാണ്. അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷ പദവിയും. അപ്പസ്തോലന്മാർക്ക് ലഭിച്ചിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് അപ്പസ്തോലിക സ്ഥാനം, അതൊരു സ്ഥാനമാണ്. 2 അതൊരു പദവിയാണ്, ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പദവിയാണ്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഈശോയുടെ ഉത്ഥാനശേഷം ഒരു കാത്തിരിപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ്.
അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്, എന്നിട്ട് എന്ത് കാത്തിരിക്കുമെന്നാണ്. ടീം മണ്ണാർക്കാടാണ് ബസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം പറയാം. എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുവിൻ. ചോദ്യം: അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഈശോയുടെ ഉത്ഥാനശേഷം കാത്തിരിപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്, എന്നിട്ട് എന്ത് കാത്തിരിക്കുമെന്നാണ് കർത്താവ് അരുൾ ചെയ്യുന്നത്. ഉത്തരം: എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഉത്തരം ശരിയാണ്. മണ്ണാർക്കാട് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം: ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഇതാരുടെ പ്രവചനമാണ്? ടീം മണ്ണാർക്കാട്. ഹോസിയ പ്രവാചകന്റെ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം ഇതാണ്: ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഇതാരുടെ പ്രവചനമാണ്? ഏത് അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്? ചോദ്യം പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ചോദ്യത്തിൻ്റെ പൂർണ്ണത ഊഹിക്കുകയും അതിന് ശരിയായ ഉത്തരം നൽകുകയും ചെയ്തു. ഉത്തരം ഇതാണ്: ഹോസിയ പ്രവചനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം. മണ്ണാർക്കാടിന് ലഭിക്കുന്നു 30 പോയിന്റുകൾ. കൺഗ്രാജുലേഷൻസ്. ചോദ്യം: ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കമായി 11 അപ്പസ്തോലന്മാർ പരിശുദ്ധ കന്യകാമറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഏതു പട്ടണത്തിൽ, എവിടെ? ഉത്തരം ബസർ ചെയ്തിരിക്കുന്നത് രാജഗിരിയാണ്. നിങ്ങൾക്ക് ഉത്തരം പറയാം. ജെറുസലേമിൽ അവർ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലെ മുറിയിൽ. ഉത്തരം ശരിയാണ്. ജെറുസലേം പട്ടണത്തിൽ അവർ താമസിച്ചിരുന്ന ഭവനത്തിൻ്റെ മുകളിലത്തെ നിലയിൽ. ഉത്തരം പൂർണ്ണമായും ശരിയാണ്. രാജഗിരിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. കൺഗ്രാജുലേഷൻസ്. ഇത് യഥാർത്ഥത്തിൽ അപ്പസ്തോലന്മാരുടെ സഭയിലെ സ്ഥാനത്തെ കൂടെ സൂചിപ്പിക്കുന്നതാണ്. അവർ സഭയാകുന്ന ഭവനത്തിൻ്റെ മുകളിലത്തെ മുറിയിലായിരുന്നു എന്നാണ് വചനം ഈ വചനഭാഗം ധ്വനിപ്പിക്കുന്നത് എന്നുകൂടി നമുക്ക് ഓർക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 11 അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടിയ സമയത്ത് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ശരി. ടീം മണ്ണാർക്കാടാണ് ബസർ അമർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം പറയാം. ഒരിക്കൽ 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്നിങ്ങനെ പ്രസ്താവിച്ചു: സഹോദരരെ, ക്രിസ്തുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം കൊടുത്ത യൂദാസിനെ പറ്റി ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്യപ്പെട്ട വചനം പൂർത്തിയാകേണ്ടിയിരുന്നു. ചോദ്യം വായിക്കാം. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 11 അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടിയ സമയത്ത് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. യൂദാസിൻ്റെ വീഴ്ചയെയും പുതിയൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള കാര്യത്തെയും സ്ഥിരീകരിച്ചുകൊണ്ട് വിശുദ്ധ പത്രോസ് 2 സങ്കീർത്തന ഭാഗങ്ങളാണ് ഉദ്ധരിക്കുന്നത്. എങ്ങനെയാണ് പത്രോസ് ഈ സങ്കീർത്തന ഭാഗങ്ങളെ സംയോജിപ്പിച്ച് ഉദ്ധരിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം. നിങ്ങളുടെ ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. മണ്ണാർക്കാടിന് ലഭിക്കുന്നു 5 പോയിന്റ് മൈനസ്. ചോദ്യം പാസ് ചെയ്യുകയാണ്. മണ്ണാർക്കാടിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ടീം കൊല്ലങ്കോടിനാണ് ചോദ്യം പാസ് ചെയ്ത് കിട്ടുന്നത്. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയാം. പൗരോഹിത്യ സ്ഥാനം, അപ്പസ്തോല സ്ഥാനം മറ്റൊരാൾ, നിന്റെ അപ്പസ്തോല സ്ഥാനം മറ്റൊരാൾ എടുക്കും. ഉത്തരം തെറ്റാണ്. ടീം രാജഗിരി. അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ, അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ. ഉത്തരം ശരിയാണ്. അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ, അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ. ഉത്തരം ശരിയാണ്. രാജഗിരിക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. കൺഗ്രാജുലേഷൻസ്. ഈ ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ട് അവസാനിക്കുകയാണ്. പോയിന്റ് നില അറിയണ്ടേ? നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. രണ്ടാമത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ടീം മണ്ണാർക്കാട് നേടിയിരിക്കുന്നത് 85 പോയിന്റ്സ്, ടീം രാജഗിരി നേടിയിരിക്കുന്നത് 170 പോയിന്റ്സ്, ടീം കൊല്ലങ്കോട് നേടിയിരിക്കുന്നത് 30 പോയിന്റ്സ്. ഈ റൗണ്ടിൽ 3 നേരിട്ടുള്ള ചോദ്യങ്ങളും 3 ബസർ ചോദ്യങ്ങളുമാണ് ഉണ്ടാവുക. നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം.
നിങ്ങൾ നേരിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കും. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടുകൂടെ നിങ്ങൾ ശരിയുത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 പോയിന്റ് ലഭിക്കും. ഇതിൽ മൈനസ് മാർക്കൊന്നും ഉണ്ടായിരിക്കുകയില്ല. ധൈര്യമായിട്ട് ഉത്തരം പറയാം. ചോദ്യം ആരംഭിക്കുന്നത് മണ്ണാർക്കാട് ടീമിൽ നിന്നാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ രണ്ടാമത്തെ മെത്രാൻ പ്രൈമറി സ്കൂൾ ദേശസാൽക്കരണത്തിനെതിരെ ഇടയലേഖനം പുറത്തിറക്കുകയും അത് തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുപ്രധാന രേഖയായി മാറുകയും ചെയ്തു. മാർത്തോമ ക്രിസ്ത്യാനികളുടെ പുനരൈക്യത്തിനായി പ്രവർത്തിച്ച ഈ പിതാവ് തിരുവനന്തപുരം, തിരുവല്ല രൂപതകളുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചു. ദിവ്യകാരുണ്യ മിഷണറി സഭ സ്ഥാപിച്ചു. 1949 ഒക്ടോബർ 27 സ്വർഗീയ സമ്മാനത്തിനായി യാത്രയായി. ആരാണ് ഈ പിതാവ്? ജോസഫ് കുര്യാളശ്ശേരി പിതാവ്. ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്യുന്നു. രാജഗിരിക്ക് ഉത്തരം പറയാം. മാർ ജെയിംസ് കാളാശ്ശേരി പിതാവ്. ഉത്തരം ശരിയാണ്. മാർ ജെയിംസ് കാളാശ്ശേരിയാണ് ചിത്രത്തിൽ കണ്ട അഭിനന്ദ പിതാവ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. ടീം രാജഗിരി അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം സ്വാഭാവികമായും രാജഗിരി ടീമിനുള്ളതാണ്. ദൃശ്യത്തിലേക്ക് പോകാം. വിഷ്വൽ. മൊസൂൾ ദൊഹൂക്ക് റോഡിൽ ടൈഗ്രിസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണിത്. 2015 തീവ്രവാദികൾ ഈ ദേവാലയം തകർക്കുകയും മേൽക്കൂരയിലും താഴികക്കുടങ്ങളിലും സ്ഥാപിച്ചിരുന്ന കുരിശുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ദി ഇറാഖ് ഹെറിറ്റേജ് സ്റ്റെബിലൈസേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഏതാണ് 10ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം? പത്താം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം ഏതാണ്? ഹെൽപ്പ് ഡെസ്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഹെൽപ്പ് ഡെസ്ക്. ടീം രാജഗിരിയുടെ ഹെൽപ്പ് ഡെസ്ക്. ഹെൽപ്പ് ഡെസ്ക് എടുത്താൽ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 20 പോയിന്റുകളായിരിക്കും. പത്ത് സെക്കൻഡ്. ടൈം ഔട്ട്. ടൈം ഔട്ട്. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം കൊല്ലങ്കോട്. ഉത്തരം അറിയില്ല. വീണ്ടും അത് പാസ് ചെയ്യപ്പെടുകയാണ്. ടീം മണ്ണാർക്കാട്. സെന്റ് ജോർജ് മാർ ഗോർഗിയസ് ദേവാലയം. ഉത്തരം ശരിയാണ്. സെന്റ് ജോർജ് മാർ ഗോർഗിയസ് മൊണാസ്ട്രിയാണ് ചിത്രത്തിൽ കണ്ടത്. അഭിനന്ദനങ്ങൾ. ടീം മണ്ണാർക്കാടിന് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ലഭിക്കുന്നത് കൊല്ലങ്കോടിന്. ദൃശ്യം. ഈസ്റ്റ് ടിമോറിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച ബിഷപ്പാണിത്. 2021 ഒക്ടോബർ 30 അന്തരിച്ചു. ഈസ്റ്റ് ടിമോറിൻ്റെ മരണാനന്തര ബഹുമതിയായ ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റയ്ക്ക് അർഹനായി. ആരാണ് ഈ അഭിമന്യ പിതാവ്? ഹെൽപ്പ് ഡെസ്ക് വേണം. ഓക്കെ, ഹെൽപ്പ് ഡെസ്ക് അനുവദിച്ചിരിക്കുന്നു. ഇരുപത് സെക്കൻഡുകൾ. മാർ മത്തല്ലോ. ഉത്തരം തെറ്റാണ്. ചോദ്യം പാസ് ചെയ്യുന്നു. ടീം മണ്ണാർക്കാട്. ബിഷപ്പ് ബാസിലിയോ ഡോ നാസിമെന്റോ. ഉത്തരം ശരിയാണ്. ബിഷപ്പ് ബാസിലിയോ ദോ നാഷിമെന്തോ അദ്ദേഹമാണ് ഈ ചിത്രത്തിൽ കണ്ട വ്യക്തി. മണ്ണാർക്കാടിന് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത, ചോദ്യം ആർക്കെങ്കിലും പ്രത്യേകമായി തരികയില്ല. ദൃശ്യം സ്ക്രീനിൽ ലഭ്യമാകും. അത് കാണുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ബസർ അമർത്താവുന്നതാണ്. നിങ്ങളാകെ ചെയ്യേണ്ടത് ആ ചിത്രത്തിൽ കാണുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക മാത്രമാണ്. വിഷ്വൽ. ടീം രാജഗിരിയാണ് ബസർ അമർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ചിത്രത്തിൽ കണ്ടത് എന്ന് പറയാം.
പൂജ്യരാജാക്കന്മാർ കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് യേശുവിൻ്റെ അടുത്തെത്തിയത്? ഉത്തരം ശരിയാണ്. പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികൾ, പൂജ്യരാജാക്കന്മാർ കാഴ്ചകളുമായി ഈശോയുടെ അടുത്തേക്ക് വരുന്നതാണ് ഈ ചിത്രത്തിൽ കണ്ടത്. ഉത്തരം ശരിയാണ്. ടീം രാജഗിരിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിഷ്വൽ ശ്രദ്ധിക്കാം. ടീം രാജഗിരി. ടീം രാജഗിരിയാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം പറയാം. വെളിപാട് പുസ്തകത്തിലെ 4-ാം അധ്യായത്തിലെ സ്വർഗദർശനത്തിലെ 24 ശ്രേഷ്ഠന്മാരുടെ സിംഹാസനങ്ങളും ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥനെ സാഷ്ടാംഗം പ്രണമിക്കുന്നതുമാണ്. ഉത്തരം ശരിയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥൻ്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഈ 24 പേർ പഴയ നിയമത്തിലെ 12 ഗോത്രത്തലവന്മാരും പുതിയ നിയമത്തിലെ ഈശോയുടെ 12 അപ്പസ്തോലന്മാരുമാണ്. അവർ ഉദ്ധിതനായ മിശിഹായെ തങ്ങളുടെ കിരീടം സമർപ്പിച്ച് ആരാധിക്കുന്നതിൻ്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടത്. വെളിപാട് പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനമാണ്. ശരിയായി നിങ്ങൾ ഉത്തരം പറഞ്ഞു. ടീം രാജഗിരിക്ക് ലഭിക്കുന്നു 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വിഷ്വൽ. ടീം മണ്ണാർക്കാട്. ടീം മണ്ണാർക്കാടാണ് ബസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം പറയാം. ഈശോയുടെ സ്വർഗാരോഹണം. ഉത്തരം ശരിയാണ്. അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ടീം മണ്ണാർക്കാടിൻ്റെ ഉത്തരം പരിപൂർണമായും ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഇതോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് പോയിന്റ് നില. 3-ാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം മണ്ണാർക്കാട് നേടിയിരിക്കുന്നത് 155 പോയിന്റ്സ്. ടീം രാജഗിരി നേടിയിരിക്കുന്നത് 250 പോയിന്റ്സ്. ടീം കൊല്ലങ്കോട് നേടിയിരിക്കുന്നത് 30 പോയിന്റ്സ്. ടീം കൊല്ലങ്കോട് ഈ റൗണ്ടിൽ പോയിന്റ് ഒന്നും നേടിയിട്ടില്ല. അടുത്ത റൗണ്ടിൽ നമുക്ക് മുന്നേറാം. ഈശോ ഇങ്ങനെ അരുൾ ചെയ്തു, നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അത് മാത്രം ചെയ്താൽ മതി നിങ്ങൾ ഈ റൗണ്ടിൽ. ഈ റൗണ്ടിലെ ചോദ്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളാണ്. ഞാൻ തിരുവചനം വായിക്കും. അത് ശരിയാണോ, ഞാൻ വായിച്ചത് ശരിയാണോ, ആ വചനം അങ്ങനെയാണോ അതോ അല്ലയോ, അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 30 പോയിന്റ് ലഭിക്കും. നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാം. അപ്പോൾ 1 പോയിന്റും മൈനസ് ആവുകയില്ല. മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. ഉത്തരം അറിയില്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 20 പോയിന്റ് ലഭിക്കും. എന്നാൽ ഹെൽപ്പ് ഡെസ്ക് സഹായിച്ചിട്ടും നിങ്ങൾ ആ ഉത്തരം തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങളുടെ 15 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. കുഴപ്പമില്ലല്ലോ. ടീം കൊല്ലങ്കോട്, നിങ്ങളുടെ ചോദ്യം. പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്ന് ഈശോ പറഞ്ഞത് ഇസ്രയേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ എന്ന പത്രോസിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ്. ഇത് ശരിയോ തെറ്റോ എന്നാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം ഇത് തെറ്റാണ്. അതിൽ അപ്പസ്തോലന്മാരുടെ ചോദ്യത്തിന് ശരിയോ തെറ്റോ എന്നാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഞാൻ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ കൊല്ലങ്കോട്. പറഞ്ഞത് പത്രോസ് അല്ല, അവർ അവനോട് ചോദിച്ചു എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ടീം രാജഗിരിയോടാണ്. ചോദിക്കാം. ജോസഫ് തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2ഉം അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. ഇത് ശരിയോ തെറ്റോ? തെറ്റാണ്. ഉത്തരം തെറ്റാണെന്നോ? ഞാൻ വായിച്ചത്
അച്ഛൻ വായിച്ചതാണ് തെറ്റ്. ജോസഫ് അല്ല കബളിപ്പിച്ചത്. ഉത്തരം ശരിയാണ്. ഞാൻ വായിച്ചതാണ് തെറ്റ്. ടീം രാജഗിരിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. കബളിപ്പിച്ചത് ജോസഫ് അല്ല, പകരം ജ്ഞാനികളാണ് ഹെറോദസിനെ കബളിപ്പിച്ചത്. ചോദ്യം ടീം മണ്ണാർക്കാടിനോടാണ്. ഹെറോദസിൻ്റെ മരണത്തിന് ശേഷമാണ് ജോസഫ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങിയത്. ശരിയോ തെറ്റോ? ശരിയാണ്. ഞാൻ വായിച്ചത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരവും ശരിയാണ്. ടീം മണ്ണാർക്കാടിന് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കൊല്ലങ്കോടിനോടാണ്. ഈശോ മാമോദീസ കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറിക്കഴിഞ്ഞാണ് സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കാണുന്നതും. ശരിയോ തെറ്റോ? ശരിയാണ്. ഉത്തരവും ശരിയാണ്. ഈശോ മാമോദീസ കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറിക്കഴിഞ്ഞാണ് സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കാണുന്നതും. ടീം കൊല്ലങ്കോടിന് ലഭിക്കുന്നു 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം രാജഗിരിയോടാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആദിമസഭയുടെ ജീവിതമാണ്. അപ്പസ്തോലന്മാർ എങ്ങനെ സഭയെ പടുത്തുയർത്തി എന്നതിൻ്റെ ചരിത്രമാണത്. അതുകൊണ്ട് തന്നെ അതിൽ ധാരാളം പ്രസംഗങ്ങൾ ഉൾച്ചേർത്തിട്ടുണ്ട്. വിശുദ്ധ പത്രോസിൻ്റെ 3 പ്രസംഗങ്ങളാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിലുള്ളത്. ശരിയോ തെറ്റോ? തെറ്റ്. തെറ്റ് എന്ന നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം രാജഗിരിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പിന്നെ എത്ര പ്രസംഗങ്ങളാണുള്ളത്? 5. ശരിയാണ്, 5 പ്രസംഗങ്ങളാണുള്ളത്. അടുത്ത ചോദ്യം ടീം മണ്ണാർക്കാട്. ചോദ്യം ഇതാണ്. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഇത് ശരിയോ തെറ്റോ? ശരിയാണ്. ഉത്തരവും ശരിയാണ്. ടീം മണ്ണാർക്കാടിൽ ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. 3 ടീമുകളും മുഴുവൻ പോയിന്റും നേടിയാണ് ഈ റൗണ്ടിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് അന്വേഷിക്കാം എന്താണ് ഇപ്പോഴത്തെ പോയിന്റ് നില. 4ാമത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ ടീം മണ്ണാർക്കാട് നേടിയിരിക്കുന്നു 215 പോയിന്റ്സ്. ടീം രാജഗിരി നേടിയിരിക്കുന്നു 310 പോയിന്റ്സ്. ടീം കൊല്ലങ്കോട് നേടിയിരിക്കുന്നു 90 പോയിന്റ്സ്. ഈ റൗണ്ടിൽ ഓരോ ടീമിനും 5 ചോദ്യങ്ങൾ വരെ മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ചോദ്യങ്ങൾ വെറുതെ തരികയില്ല. നിങ്ങളതിന് വില തരണം. വില തന്നാലേ ഞാൻ ചോദ്യം തരുള്ളൂ. 1ാമത്തെ ചോദ്യത്തിൻ്റെ വില 10 പോയിൻ്റാണ്. നിങ്ങൾ 10 പോയിൻ്റ് എനിക്ക് തരാൻ റെഡിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 30 പോയിൻറ്റിൻ്റെ ചോദ്യം തരും. ഉത്തരം നിങ്ങളുടേത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 30 പോയിൻ്റ് ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തന്ന 10 പോയിൻ്റ് എൻ്റെ കയ്യിൽ. നിങ്ങൾക്ക് 2ാം ചോദ്യം വേണമെങ്കിൽ അതിൻ്റെ വില 20 പോയിൻ്റാണ്. 20 പോയിൻ്റ് നിങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ നിങ്ങൾക്ക് 40 പോയിൻറ്റിൻ്റെ വിലയുള്ള ചോദ്യം തരും. ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 40 പോയിൻ്റ് ലഭിക്കും. ഇല്ലെങ്കിൽ ആ 20 പോയിൻ്റ് ക്വിസ് മാസ്റ്ററുടെ കയ്യിലിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ചോദിക്കും, നിങ്ങൾക്ക് 3ാമത്തെ ചോദ്യം വേണം. നിങ്ങൾ 3ാമത്തെ ചോദ്യം എടുക്കുകയാണെങ്കിൽ അതിന് 30 പോയിന്റുകൾ വരെയായി നൽകേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾക്ക് ഉത്തരം ശരിയാക്കിയാൽ 60 പോയിന്റ് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടും. ഉത്തരം തെറ്റിയാൽ ആ 30 പോയിന്റ് ക്വിസ് മാസ്റ്ററുടേതായിരിക്കും. വീണ്ടും അത് കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും, 4ാമത്തെ ചോദ്യം നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. പക്ഷേ ആ ചോദ്യത്തിൻ്റെ വില 40 പോയിൻ്റാണ്. 40 പോയിന്റ് നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് തന്നാൽ ഞാൻ നിങ്ങൾക്ക് 80 പോയിൻറ്റിൻ്റെ ചോദ്യം തരും. ഉത്തരം ശരിയാക്കിയാൽ നിങ്ങൾക്ക് 80 പോയിന്റ് ലഭിക്കും. ഉത്തരം തെറ്റിപ്പോയാൽ 40 പോയിന്റ് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഇനി വീണ്ടും ഈ റൗണ്ടിലെ ഓരോ ടീമിനും ലഭിക്കുന്ന അവസാനത്തെ ചോദ്യം അത് 50 പോയിന്റ് വിലയുള്ള ചോദ്യമാണ്. 50 പോയിന്റ് നിങ്ങൾക്കെടുത്ത് എനിക്ക് തരാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 100 പോയിന്റിൻ്റെ ചോദ്യം തരും. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്കറിയില്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാം. പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് നിങ്ങൾ എനിക്ക് തന്ന പോയിന്റിൻ്റെ വില മാത്രമായിരിക്കും. ഈ റൗണ്ട് ഇഷ്ടപ്പെട്ടോ? റൗണ്ടിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ടീം മണ്ണാർക്കാട് നിന്ന് ആരംഭിക്കാം. 1ാമത്തെ ചോദ്യത്തിൻ്റെ വില 10 പോയിൻ്റാണ്. നിങ്ങൾ ആ വില തന്ന് ആദ്യത്തെ ചോദ്യം മേടിക്കുന്നു? മേടിക്കുന്നു. ഓക്കെ, 10 പോയിന്റ് തരും. ചോദിക്കാം. സ്നാപയോഹന്നാൻ ഒരു സന്യാസ ഗണത്തിൻ്റെ അംഗമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. SNS എന്ന് അറിയപ്പെടുന്ന ഒരു സന്യാസ സമൂഹത്തിൻ്റെ അംഗമായിരുന്നിരിക്കണം സ്നാപയോഹന്നാൻ.
എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നത്? വെട്ടുകിളിയും കാട്ടുതേനും. ഉത്തരം ശരിയാണ്. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു സ്നാപയോഹന്നാൻ്റെ ഭക്ഷണം. ടീം മണ്ണാർക്കാട് നേടിയിരിക്കുന്നു 20 പോയിന്റുകൾ. 20. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ വില 20 പോയിൻ്റാണ്. 20 പോയിന്റ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ 40 പോയിന്റ് വരെയുള്ള ചോദ്യം തരും. മേടിക്കുന്നു? മേടിക്കുന്നു. തന്നോളൂ. ചോദിക്കട്ടെ. ഈശോ സ്നാപകയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നത് ജോർദാൻ നദിയിൽ വെച്ചാണ്. എവിടെ നിന്നാണ് ഈശോ സ്നാനം സ്വീകരിക്കുന്നതിനായി ജോർദാനിലേക്ക് വന്നത്? ഗലീലിയിൽ നിന്ന്. ഉത്തരം ശരിയാണ്. ഗലീലിയിൽ നിന്നാണ് ഈശോ മാമോദിസ സ്വീകരിക്കുന്നതിന് വേണ്ടി ജോർദാൻ നദിക്കരയിലേക്ക് വന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്നു 40 പോയിന്റുകൾ. പോയിന്റുകൾ ഇങ്ങനെ വാരിക്കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാനുള്ള പ്രലോഭനം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ വില 30 പോയിന്റാണ്. നിങ്ങളത് മേടിക്കുന്നോ? മേടിക്കുന്നു. മേടിക്കുന്നു. ശരി. ഞാൻ തിരിച്ചു തരേണ്ടി വരുമോ? ചോദ്യം. ഹെറോദസ് പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ കൊടുത്ത ഉത്തരം എന്താണ്? യൂദയായിലെ ബെത്ലഹേമിൽ. ഉത്തരം ശരിയാണ്. യൂദയായിലെ ബെത്ലഹേമിൽ എന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ടീം മണ്ണാർക്കാടിൽ ലഭിക്കുന്നു 60 പോയിന്റുകൾ. നാലാമത്തെ ചോദ്യം 40 പോയിന്റ് വിലയുള്ള ചോദ്യമാണ്. ഉത്തരം തെറ്റിയാൽ നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് 40 പോയിന്റ് പോകും. ഉത്തരം ശരിയായാൽ 80 പോയിന്റ് കിട്ടും. നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ നഷ്ടപ്പെട്ടതെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റും. ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം മേടിക്കാം. വേണോ? വേണം. വേണം. തരൂ. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി US ബിഷപ്സ് കോൺഫറൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കത്തോലിക്ക സന്നദ്ധ സംഘടനയുടെ പേരെന്താണ്? കാത്തലിക് റിലീഫ് സർവീസസ്. ഉത്തരം ശരിയാണ്. കാത്തലിക് റിലീഫ് സർവീസസ് എന്നാണ് ഉത്തരം. നിങ്ങൾക്ക് ലഭിക്കുന്നു 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം 50 പോയിന്റ് വിലയുള്ള ചോദ്യമാണ്. ഈ ഉത്തരം എങ്ങാനും തെറ്റിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 50 പോയിന്റ് പോകും. ശരിയായാൽ നിങ്ങൾക്ക് 100 പോയിന്റ് കിട്ടും. ചോദ്യം എടുക്കണം? എടുക്കുന്നു. ചോദ്യം എടുക്കുവാണ്. 50 പോയിന്റ് വന്നോളൂ. ഈ 50 പോയിന്റ് മിക്കവാറും എനിക്ക് തന്നെ ഉള്ളതായിരിക്കും അല്ലേ? അല്ല. ചോദിക്കട്ടെ. ജോർജ് പെരേര സംവിധാനം ചെയ്ത് മാഡ്രിഡ് അതിരൂപതയിലെ ഹക്കുന എന്ന സംഘടന നിർമ്മിച്ച് സ്പെയിനിൽ ബോക്സ് ഓഫീസ് ലിസ്റ്റിൽ ഉൾപ്പെടുകയും യൂറോപ്പിൽ മുഴുവൻ ശ്രദ്ധേയമായ വിജയം നേടുകയും ചെയ്ത വിശുദ്ധ കുർബാനയുടെ അത്ഭുത ശക്തിയെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഡോക്യുമെൻ്ററി സിനിമയുണ്ട്. എന്താണ് അതിൻ്റെ പേര്? വിവോ. ഉത്തരം ശരിയാണ്. വിവോ എന്നാണ് ആ ഡോക്യുമെൻ്ററിയുടെ പേര്. ടീം മണ്ണാർക്കാടിൽ ലഭിക്കുന്നു 100 പോയിന്റുകൾ. ഈ റൗണ്ടിലെ ഇവർക്ക് അവകാശപ്പെട്ട എല്ലാ പോയിന്റും ഇവർ നേടിയിരിക്കുകയാണ്. അടുത്ത അവസരം ടീം രാജഗിരിയുടേതാണ്. നിങ്ങൾ റെഡിയാണോ? ഒന്നാമത്തെ ചോദ്യത്തിന് 10 പോയിന്റ് വിലയായി തരേണ്ടി വരും. തരുമോ? തരും. തന്നോളൂ. 10 പോയിന്റിൻ്റെ വിലയുള്ള ചോദ്യം ലഭിക്കുന്നത് 20 പോയിന്റാണ്. ചോദിക്കട്ടെ. ഹെറോദസ് ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് ശിശുവിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. ശിശുവിനെക്കുറിച്ച് എങ്ങനെ അന്വേഷിക്കണമെന്നാണ് ഹെറോദസ് കൽപ്പിച്ചത്? എന്ത് വിശേഷണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. ഉത്തരം ശരിയാണ്. സൂക്ഷ്മമായി അന്വേഷിക്കണമെന്നാണ് ഹെറോദസ് കൽപ്പിച്ചത്. ടീം രാജഗിരിക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. രണ്ടാമത്തെ ചോദ്യം 20 പോയിന്റ് വിലയുള്ള ചോദ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് 40 പോയിന്റ് വരെ നേടാൻ പറ്റും. മേടിക്കണം? മേടിക്കണം. മേടിക്കണം. എന്നാ തന്നോളൂ. കിട്ടിയ 20ഉം അവർ തിരിച്ചു തന്നിട്ടുണ്ട്. ചോദിക്കാൻ പോവാണ്. ചോദ്യം. പ്രാക്സൈസ് ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു മഹാരഥന്റെ
എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ, ചെയ്തികൾ. ഉത്തരം ശരിയാണ്. ഒരു മഹാരഥൻ്റെ എടുത്തു പറയത്തക്ക ചെയ്തികൾ, പ്രവൃത്തികൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പസ്തോല പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണത്. ടീം രാജഗിരിക്ക് ലഭിക്കുന്നു 40 പോയിന്റുകൾ. അടുത്തത് 30 പോയിന്റുകൾ വിലയുള്ള ചോദ്യമാണ്. അതിൻ്റെ സമ്മാനം 60 പോയിന്റുകളാണ്. നിങ്ങൾ 30 തന്ന് 60 മേടിക്കാൻ ശ്രമിക്കുന്നു. തരും. ചോദ്യം ഇതാണ്. ഇതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഈ സിംഹാസനസ്ഥൻ എങ്ങനെ കാണപ്പെടുന്നുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാണിക്യം പോലെയും മരതകം പോലെയും. ശരിയാക്കി പറയാമെങ്കിൽ പറഞ്ഞു. സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും. ഉത്തരം ശരിയാണ്. സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും എന്നാണ് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടീം രാജഗിരിക്ക് ലഭിക്കുന്നു 60 പോയിന്റുകൾ. ഇതുവരെ കൊടുത്തതെല്ലാം പലിശ സഹിതം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. 4ാമത്തെ ചോദ്യം 40 പോയിന്റ് വെച്ചുള്ള കളിയാണ്. എന്ത് പറയുന്നു? കളിച്ചു നോക്കാം. തരൂ. $40 പോയിന്റ് വിലയുള്ള ചോദ്യം ഇതാണ്. നവീകരിച്ച കുർബാനക്രമത്തെക്കുറിച്ച് സീറോ മലബാർ സഭയുടെ ലിറ്റർജിക്കൽ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഈ അടുത്ത് നടത്തിയ ഒരു വെബിനാറിൻ്റെ പേര് ലിതൂർജിയ 2021 എന്നായിരുന്നു. ഈ സെമിനാറിൽ അതിൻ്റെ പ്രധാന പ്രമേയം അവതരിപ്പിച്ചത് വളരെ പ്രസിദ്ധനായ ഒരു സുറിയാനി പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമാണ്. വളരെ പ്രസിദ്ധനായ ഈ പ്രൊഫസർ ആരാണ്? ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായമാണ്. ഹെൽപ്പ് ഡെസ്ക്. ഹെൽപ്പ് ഡെസ്ക് സഹായിക്കൂ. സെക്കൻഡുകൾ. ടൈം അവസാനിക്കുന്നു. നിങ്ങൾ ഉത്തരം പറയുന്നു അതോ ക്വിറ്റ് ചെയ്യുന്നു? ഞങ്ങൾക്ക് പേരിന്റെ അവസാനം മാത്രമേ ഓർമ്മയുള്ളൂ. ആ പേരിന്റെ അവസാനം ശരിയാണെങ്കിലും നിങ്ങൾ ബ്രോക്ക് എന്നാണ് അതിന്റെ അവസാനം. ഉത്തരം ശരിയാണ്. സെബാസ്റ്റ്യൻ ബ്രോക്കാണ് പ്രസിദ്ധനായ സുറിയാനി പണ്ഡിതൻ. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾ ഉപയോഗിച്ചത് ഹെൽപ്പ് ഡെസ്ക് ആണ്. അതുകൊണ്ട് നിങ്ങൾ തന്ന പോയിന്റ് മാത്രം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. 40 പോയിന്റുകൾ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയാണ്. അടുത്തത് വളരെ വിലപിടിപ്പുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായവുമില്ല. നിങ്ങൾ തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കണം. പോയാൽ 50 പോയിന്റുകൾ നഷ്ടപ്പെടും. നഷ്ടപ്പെടുത്താൻ തയ്യാറാണോ? തയ്യാറാണ്. നഷ്ടപ്പെടുത്തിയാലേ നേടാൻ പറ്റുള്ളൂ. എന്നാ തരും. ഒരു കൗതുകത്തിനായി ദൈവമേ നീ ഉണ്ടെങ്കിൽ നിന്നെ അറിയുവാൻ എന്നെ അനുവദിക്കുക എന്ന പ്രാർത്ഥനയോടെ ദേവാലയത്തിൽ പോകുന്ന ഒരു ശീലം 28ാമത്തെ വയസ്സിൽ ആരംഭിച്ച ഒരു വിശുദ്ധനുണ്ടായിരുന്നു. ആരാണത്? ചാൾസ് ഡി ഫുക്കോ. ഉത്തരം ശരിയാണ്. വിശുദ്ധ ചാൾസ് ഡി ഫുക്കോയാണ്. ടീം രാജഗിരി നേടിയിരിക്കുന്നു 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ വില 10 പോയിന്റാണ്. നിങ്ങൾ എടുക്കുന്നു? എടുക്കുന്നു. 10 പോയിന്റ് വിലയുള്ള ചോദ്യം, 20 പോയിന്റ് നേടാവുന്ന ചോദ്യം ഇതാണ്. ഈശോയുടെ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലതവണ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെ പേരൊഴികെ 11 പേരെയാണ് പരാമർശിക്കുന്നത്. അവരിൽ മറ്റൊരു യൂദാസിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആരുടെ പുത്രനായ യൂദാസ് എന്നാണ് ഈ യൂദാസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? യാക്കോബിന്റെ പുത്രനായ യൂദാസ്. ഉത്തരം ശരിയാണ്. യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നാണ് ആ യൂദാസിൻ്റെ മുഴുവൻ പേര്. നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. രണ്ടാമത്തെ ചോദ്യം 20 പോയിന്റ് വിലയുള്ള ചോദ്യമാണ്. മേടിക്കണം.
വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. യൂദാസ് ജീവനൊടുക്കിയ സ്ഥലം ദാവീദിൻ്റെ പട്ടണത്തിൻ്റെ ഒരു വശത്തുള്ള ഒരു താഴ്വരയാണ്. ആ സ്ഥലത്തിന് രക്തത്തിൻ്റെ വയലെന്നുള്ള അർത്ഥമുള്ള ഒരു പേരാണ് പിന്നീട് ലഭിച്ചത്. എന്തായിരുന്നു ഹീബ്രു ഭാഷയിൽ ആ പേര്? ഹക്കൽദാമ. ഉത്തരം ശരിയാണ്, ഹക്കൽദമ എന്നാണ് ആ സ്ഥലത്തിന് പിന്നീടുണ്ടായ പേര്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം കൊല്ലങ്കോടിന് 40 പോയിന്റുകൾ ലഭിക്കുന്നു. അടുത്ത ചോദ്യം 30 പോയിന്റ് വരെയുള്ള ചോദ്യമാണ്. മേടിക്കണം? മേടിക്കാം. കിട്ടിയാൽ 60, പോയാൽ 30. ചോദ്യം ഇതാണ്. സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടിരുന്ന സിംഹാസനത്തിന് മുൻപിൽ ദൈവത്തിൻ്റെ സപ്താത്മാക്കളുടെ പ്രതിരൂപമായി ഉണ്ടായിരുന്നത് എന്താണ്? 7 തീപ്പന്തങ്ങൾ. ഉത്തരം ശരിയാണ്. ആ ചോദ്യത്തിനകത്ത് തന്നെ അതിൻ്റെ ക്ലൂ അടങ്ങിയിട്ടുണ്ട്. ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങളാണ് സപ്താത്മാക്കൾ, 7 ആത്മാക്കളുടെ പ്രതീകമായിട്ട് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഉത്തരം ശരിയാണ്. ടീം കൊല്ലങ്കോടിന് ലഭിക്കുന്നു 60 പോയിന്റുകൾ. അടുത്ത ചോദ്യം 80 പോയിന്റ് ലഭിക്കാവുന്ന ചോദ്യമാണ്. പക്ഷെ നിങ്ങളതിന് 40 പോയിന്റ് കയ്യിലിരിക്കുന്നത് കൊടുക്കേണ്ടി വരും. കൈവിട്ട് അത് കൊടുക്കാൻ തരികയാണോ? അതാ 40 പോയിന്റ് പോയപ്പോൾ ടെൻഷൻ ഉണ്ടോ? പേടിയുണ്ടോ? ചോദിക്കട്ടെ. ചോദ്യം: 2004 സ്ഥാപിതമായ 63 രാജ്യങ്ങളിലായി 1000-ൽ പരം നഗരങ്ങളിൽ ശ്രദ്ധേയ സാന്നിധ്യമായി ഗർഭചിത്രത്തിനെതിരെ ബോധവൽക്കരണവും കൗൺസിലിങ്ങും നൽകിക്കൊണ്ടും ജീവൻ്റെ മൂല്യം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ടും എല്ലാ വർഷവും പ്രചാരണ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുണ്ട് എന്ന് ശാലോമിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്താണ് ഈ സംഘടനയുടെ പേര്? ഹെൽപ്പ് ഡെസ്ക് എടുക്കണം. സെക്കൻഡ് കൂടി തീരുമാനമെടുക്കാം. ഹെൽപ്പ് ഡെസ്ക് വേണോ? വേണ്ട. ഹെൽപ്പ് ഡെസ്ക് വേണ്ട. ഉത്തരം പറയുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ തന്ന 40 പോയിന്റ് ക്വിസ് മാസ്റ്ററുടേതായിരിക്കുകയാണ്. ആർക്കെങ്കിലും ഉത്തരം പറയാമോ? 40 days for life. ഉത്തരം ശരിയാണ്. 40 days for life എന്നാണ് ആ സംഘടനയുടെ പേര്. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഇനി ഓർത്തിട്ട് കാര്യമില്ല. 5-ാമത്തെ ചോദ്യം 50 പോയിന്റിൻ്റെ ചോദ്യമാണ്. 50 പോയിന്റ് തരേണ്ടി വരും. കിട്ടിയാൽ 100 പോയിന്റ് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യത്തെ നഷ്ടപ്പെടുത്തിയതും കൂടെ കൂട്ടി നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. എടുക്കണോ? ആലോചിച്ചിട്ട് പറ. എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 50 പോയിന്റ് ക്വിസ് മാസ്റ്ററുടെ കയ്യിലുണ്ട്. ചോദ്യം ഇതാണ്. 2008 ആരംഭിച്ച് വർഷത്തിൽ 2 പ്രാവശ്യം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ അടുത്ത് UGCയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്രിസ്ത്യൻ ചെയർ ജേണൽ, അതിൻ്റെ പേരെന്താണ്? കടന്നുപോയിരിക്കുകയാണ്. നിങ്ങളുടെ 50 പോയിന്റ് ക്വിസ് മാസ്റ്ററുടേതായിരിക്കുകയാണ്. ചോദ്യത്തിൻ്റെ ഉത്തരം ഈസ്റ്റേൺ ജേണൽ ഓഫ് ഡയലോഗ് ആൻഡ് കൾച്ചർ എന്നാണ്. എന്നാലും മോശമില്ല, നിങ്ങൾക്ക് ധാരാളം പോയിന്റ് ഈ ഒരു റൗണ്ടിലും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ ടീം കൊല്ലങ്കോട്. അങ്ങനെ ഈ ചോദ്യത്തോടുകൂടെ ഈ മത്സരത്തിലെ 5-ാമത്തേതും അവസാനത്തേതുമായ റൗണ്ട് കൂടി പൂർത്തിയായിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് സ്കോർ. 60 പോയിന്റുമായി 3-ാം സ്ഥാനത്തുള്ളത് ടീം കൊല്ലങ്കോടാണ്. 365 പോയിന്റുകളുമായി
രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ടീം മണ്ണാർക്കാടാണ്. 420 പോയിന്റുകളുമായി ഈ മത്സരത്തിൻ്റെ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ടീം രാജഗിരിയാണ്. അഭിനന്ദനങ്ങൾ. ടീം മണ്ണാർക്കാടും ടീം രാജഗിരിയും വിജയകരമായി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രണ്ട് ടീമുകൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ജീവദായക വചനം അത് പഠിക്കാനും ജീവിക്കാനുമുള്ളതാണ്, മത്സരങ്ങൾക്കുള്ളതല്ല സത്യത്തിൽ. എങ്കിലും ഇതൊരു വചനത്തിൻ്റെ പഠനത്തിൻ്റെയും പ്രഘോഷണത്തിൻ്റെയും ആഘോഷമാണ്. ആ ആഘോഷത്തിൽ മനോഹരമായി പങ്കുചേർന്ന, പഠിച്ച് ഒരുങ്ങി വന്ന് നല്ല പ്രകടനം കാഴ്ചവെച്ച കൊല്ലങ്കോട് ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്ക് മറ്റൊരവസരത്തിൽ വീണ്ടും വിജയശ്രീലാളിതരാകുന്ന നിങ്ങളെ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുകയാണ്. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള. അടുത്തയാഴ്ച പുതിയ ടീമുകളും പുതിയ ചോദ്യങ്ങളുമായി നാം വീണ്ടും കണ്ടുമുട്ടും. അതുവരെ വചനം വായിക്കുക, വചനം പഠിക്കുക, അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.